വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 22, 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ആരാണ് വലിയവൻ? തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളാക്കി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയായിരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ? ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. എന്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. അത് നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയത്രേ. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനാകാൻ പഠിക്കണം. ലോകചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ് ഇന്ന് സുവിശേഷത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന പ്രശ്നം. ഈ പ്രശ്നം പ്രോട്ടോക്കോളിന്റെ പ്രശ്നമാണ്. ആരാണ് വലിയവൻ എന്നതിന്റെ പ്രശ്നമാണ്. ആർക്കാണ് മുൻഗണന എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ ഈ പ്രശ്നം തന്റെ ശിഷ്യന്മാരുടെ സമൂഹത്തിലും ഗുരുതരമായ രീതിയിൽ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു ശിഷ്യന്മാരെ ഒന്നിച്ചു വിളിച്ചുകൂട്ടി ആ പ്രശ്നത്തിന് പരിഹാരമെന്ന രീതിയിൽ നൽകുന്ന തനിമയാർന്ന ഉത്തരവുമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യ വിഷയം. യേശു ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, ലോകത്തിൻ്റെതായിട്ടുള്ള മൂല്യബോധത്തിൽ നിന്ന് തികച്ചും വ്യത്യാസപ്പെട്ടൊരു മൂല്യബോധം നിങ്ങൾക്കുണ്ടാകണം. ലോകത്തിന്റെ മൂല്യബോധം അധികാരമുള്ളവനാണ് വലിയവൻ, ഒന്നാമൻ, മുൻഗണന ലഭിക്കുന്നവൻ. ആ വലുപ്പവും ആ മുൻഗണനയും ആ ഒന്നാം സ്ഥാനവും അവൻ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് അധികാരം ആധിപത്യമാക്കിക്കൊണ്ടാണ്. അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ യേശു അവരോടായിട്ട് പറയുന്നു, നിങ്ങൾ അങ്ങനെയാകരുത്. നിങ്ങളിൽ അധികാരമുള്ളവൻ ആ അധികാരം ആധികാരികതയിലേക്ക് എത്താൻ അത് ആധിപത്യമായിട്ട് അധപ്പതിപ്പിക്കുന്നതിന് പകരം അത് ശുശ്രൂഷയിലൂടെ പ്രകാശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. വേറെ വിധത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ മുൻഗണന, നിങ്ങളുടെ ഒന്നാം സ്ഥാനം, നിങ്ങൾക്കുള്ള വലിയവൻ എന്നുള്ള സ്ഥാനം എന്തുമാത്രം നിങ്ങൾ എത്തുന്നുവോ അതിനനുസരിച്ച് നിങ്ങളിൽ ശുശ്രൂഷയുടെ മനോഭാവം വളർന്നു വരണം. ഈ ശുശ്രൂഷയുടെ മനോഭാവത്തിൽ കൂടെ മാത്രമേ നിങ്ങളുടെ അധികാരം, നിങ്ങളുടെ വലിപ്പം അതിനെ ആധികാരികത ലഭിക്കുള്ളൂ എന്നുള്ളതാണ് യേശുവിന്റെ ജീവിത ദർശനം. സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ യേശു അവരെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. യേശു ഒരു സദ്യയുടെ പശ്ചാത്തലം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് യേശു പറയുന്നു, സദ്യക്ക് ഇരിക്കുന്നവനാണോ വലിയവൻ, അതോ ശുശ്രൂഷ ചെയ്യുന്നവനാണോ? തീർച്ചയായും ലോകത്തിന്റെ മുമ്പിൽ സദ്യക്ക് ഇരിക്കുന്നവനാണ് വലിയവൻ, അവനെ ശുശ്രൂഷിക്കുന്നവനേക്കാൾ. എന്നാൽ യേശു തുടർന്ന് പറയുന്നു, ഞാൻ ശുശ്രൂഷിക്കുന്നവനായിട്ടാണ് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നത്. നിങ്ങളുടെ കാലുകൾ കഴുകാൻ തയ്യാറായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നത്. നിങ്ങൾക്ക് വേണ്ടി അടികൊണ്ട് മരിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് എന്റേതായിട്ടുള്ള പ്രവർത്തന ശൈലി. എന്നിൽ പിതാവായ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അധികാരം ഞാൻ നിങ്ങളുടെ ഇടയിൽ നടത്തുന്ന ശുശ്രൂഷയിലൂടെയാണ് അത് ആധികാരികമാക്കാൻ ഇടവരുന്നത്. അതുതന്നെയാണ് നാം മനുഷ്യ ചരിത്രത്തിലും കാണുന്നത് എന്ന് വേണം ധരിക്കാൻ. ലോകത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ
അത് ആ വ്യക്തിയുടെ അമ്മയാണ്, മാതാവാണ് എന്ന് പറയാൻ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒരു വിഷമവുമില്ല. ആ അമ്മ ആ അധികാരം നിലനിർത്താൻ ഇടവരുന്നത് ആ അമ്മ തന്റെ മകനോ മകൾക്കോ വേണ്ടി നടത്തുന്ന ശുശ്രൂഷയിൽ കൂടിയാണ് അമ്മയുടെ അധികാരം നിലനിർത്താൻ ഇടവരുന്നത്. എന്തുമാത്രം അമ്മ ശുശ്രൂഷ നടത്താൻ ഇടവരുന്നുവോ അതിനനുസരിച്ച് മക്കളിൽ ആ അമ്മയുടെ അധികാരം ആധികാരികത പ്രാപിക്കുന്നതായിട്ട് കാണാം എന്നുള്ളത് ഒരു ജീവിത സത്യമായിട്ട് ഇന്ന് നിലനിൽക്കുന്നു. ഇതുപോലെ തന്നെ യേശുവിന്റെ അധികാരം ലോകത്തിൽ നിലനിർത്തുന്നത്, അത് ആധികാരികമാക്കുന്നത് ആധിപത്യത്തിൻ്റെതായിട്ടുള്ള വശത്തേക്കാൾ ശുശ്രൂഷയുടെ മാനങ്ങളിൽ കൂടെ ആണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ ശിഷ്യന്മാരും അവരുടെ ജീവിതത്തിൽ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ശുശ്രൂഷയിൽ കൂടെയാണ് അത് പ്രകാശിപ്പിക്കേണ്ടത് എന്ന സത്യം അവർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ഇടയിലുള്ള ആ തർക്ക വിഷയത്തിന്റെ പരിഹാരം എന്ന രീതിയിൽ നിങ്ങളെല്ലാവരും അധികാരികളാണ്, നിങ്ങളെല്ലാവരും തന്നെ മുൻഗണന ലഭിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, 12 ഗോത്രങ്ങളിൽ തന്നെ വിധിക്കാനുള്ളവരാണ് നിങ്ങൾ. അത്രയേറെ ചുമതലയും അത്രയേറെ ഉത്തരവാദിത്വ ബോധവുമുള്ള നിങ്ങളെ സംബന്ധിച്ച് അത് ആധികാരികമാക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് വരികില് അതിന് ആനുപാതികമായിട്ടുള്ള ശുശ്രൂഷയുടെ മനോഭാവം നിങ്ങളിൽ സംജാതമാകേണ്ടതുണ്ട് എന്ന സത്യം യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. യേശു തന്റെ ശിഷ്യന്മാരുടെ ആ ഗണത്തെ മാത്രമല്ല തന്റെ ജീവിത ദർശനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. യുഗാന്തരങ്ങളിലൂടെ തന്റേതായിട്ടുള്ള ജീവിത ദർശനം സ്വീകരിച്ചുകൊണ്ട് സഭയുടെ മക്കളായിരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരും, നമ്മളിൽ ഒരു പച്ചയായ മനുഷ്യന്റെ ഉള്ളിൽ പൊങ്ങിവരുന്ന അധികാരത്തിന്റെ പ്രവണത, വലിയവനാകാനുള്ള തീക്ഷ്ണത, മുൻഗണന ലഭിക്കാനുള്ള ആഗ്രഹം, ആ ആഗ്രഹം നമ്മൾ ഈ തരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആ പ്രവർത്തനത്തിൽ കൂടെ, അതിനുള്ള തയ്യാറെടുപ്പിലൂടെ, അതിനുള്ള ആഗ്രഹത്തിലൂടെ, അതിന്റെ ചൈതന്യത്തിൽ കൂടെ ആ അധികാരം ആധികാരികത കൈവരുത്തേണ്ടതുണ്ട് എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നേരിടുന്ന വലിയ പ്രശ്നം. അതൊരു വെല്ലുവിളിയായിട്ട് തന്നെ നാം കണ്ടുകൊണ്ട് അതിനെ നാം ജീവിതത്തിലൂടെ നേരിട്ട് അതിജീവിക്കേണ്ട യാഥാർത്ഥ്യമാണെന്ന് നാം മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ചൈതന്യമായിട്ട് നാം സ്വീകരിക്കേണ്ടത്.